ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അദീന എഴുതിയിരിക്കുന്ന ഒരു മെല്ലിക്കടക്ക. മാഡം, എൻ്റെ പേര് അദീന. സാങ്കല്പികമായ പേരാണേ. എനിക്ക് 25 വയസ്സുണ്ട്. അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ ഇളയ മകളാണ് ഞാൻ. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. ഞാനും അമ്മയും അച്ഛനും ഞങ്ങൾ 3 പേരുമാണ് വീട്ടിൽ കുറേ വർഷമായിട്ട് ഉള്ളത്. അമ്മയും അച്ഛനും തമ്മിൽ 10 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അമ്മ ചെറുപ്പവും ചുറുചുറുക്കുമുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഭരിക്കുന്നത് അമ്മയാണ്. അച്ഛൻ ഒരു ഡെമ്മിയാണ്, സ്റ്റാമ്പാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കാറുമുണ്ട്. പക്ഷേ അച്ഛന് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പുറകെ നടന്ന് അമ്മ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ആളാണ് അച്ഛൻ. ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് അച്ഛൻ്റേത്. എന്തിനും ഏതിനും അദ്ദേഹം അമ്മ പറഞ്ഞത് മാത്രമേ കേൾക്കുകയുള്ളൂ. സ്വന്തമായിട്ട് ഈ മനുഷ്യന് നട്ടെല്ലോ അഭിപ്രായവും ഇല്ലേ എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചേച്ചിയേക്കാൾ കൂടുതൽ കാര്യം എന്നോടാണ്. ചേച്ചി വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. എന്നോട് അത്രയും പ്രശ്നമില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ചേച്ചിയും ഞാനും അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ ചേച്ചിയെ ഒരിക്കലും ഒരാൺ സുഹൃത്തിൻ്റെ കൂടെ ചുറ്റാൻ അമ്മ സമ്മതിച്ചിരുന്നില്ല. ഈ വീട്ടിലേക്ക് ആൺ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിലും പ്രവേശനമില്ല. പക്ഷേ എൻ്റെ മെയിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോയാലോ ഒന്നിച്ച് ഫോട്ടോ എടുത്താലോ ഒന്നും അമ്മ ഒന്നും പറയില്ല. പക്ഷേ ചേച്ചിയെ പറയും. ചേച്ചി എപ്പോഴും ചോദിക്കും, ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട്, അമ്മയ്ക്ക് പ്രശ്നമില്ല, ഞാൻ വരുമ്പോൾ മാത്രം എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അവൾ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് കുറച്ച് ഇളവുകൾ തന്നിട്ടുണ്ട്. അച്ഛന് നാട്ടിൽ തറവാട്ടിൽ ഏകദേശം 50 സെൻറ്റ് സ്ഥലത്തോളം കിട്ടാനുണ്ട്. അവിടുത്തെ കുടുംബത്തിൻ്റെ വീതമാണ്. അവിടെ അച്ഛൻ്റെ അനിയനും ഭാര്യയും മക്കളുമൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചാലും അവർ ആ വീതം വിട്ടുകൊടുക്കാനോ ഭാഗിക്കാനോ ക്രയവിക്രയം നടത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല. ആദ്യമൊക്കെ അച്ഛൻ വേണ്ട പോട്ടെ, ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, അതിൻ്റെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷമാണ് അമ്മ അച്ഛനെ എരികേറ്റുവിട്ടത്. പോയി ചോദിക്കണം, ചോദിച്ച് വാങ്ങിക്കണം, അങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല എന്ന് പറഞ്ഞു. അച്ഛന് അല്ലാതെ തന്നെ ധാരാളം സ്വത്തുക്കളുണ്ട്. പക്ഷേ ഇതും കൂടി വേണമെന്ന് അമ്മയ്ക്ക് വാശി. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വിസിറ്റിന് പോയി. ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ഭാഗം തിരിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ്. പണ്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് പോയിട്ടേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചീറിപ്പാഞ്ഞ് എൻ്റെ കുഞ്ഞമ്മ വന്നു. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. ആ കോമ്പൗണ്ടിൽ കയറരുത്, ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്കാകെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെ വരരുത് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും കുഞ്ഞമ്മയും കൂടെ നല്ല വഴക്കായി. അച്ഛനാണെങ്കിൽ കയറി ഈ സ്ഥലം എൻ്റേതാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞമ്മ പറയുകയാണ്, നിങ്ങൾക്ക് അത്ര വാശിയാണെങ്കിൽ നിങ്ങൾക്ക് കയറി താമസിക്കാം തനിച്ച്. പക്ഷേ തെരുവിൽ നിൽക്കുന്ന പെണ്ണിനും മക്കൾക്കും ഒന്നും കൊടുക്കാൻ ഇവിടെ യാതൊരു വസ്തുവില്ലെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടി. ആരാണ് തെരുവ് നിൽക്കുന്ന പെണ്ണ്? അപ്പോഴേക്കും അമ്മ ചാടി വീണു. എടി, ആരാ തെരുവിൽ നിൽക്കുന്നത്, നിൻ്റെ അമ്മൂമ്മയോ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ പുഴുത്തെത്തേറി കാത് പൊത്തിപ്പിടിക്കേണ്ടി വന്നു. അച്ഛനും അതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഏൽക്കുന്നില്ല. പെണ്ണുങ്ങൾ 2 കൂടെയുള്ള വഴക്കല്ലേ. നാട്ടുകാരെല്ലാം കൗതുകത്തോടുകൂടി നോക്കി നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ കൂടി വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ എല്ലാ നാട്ടുകാരോടും പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, ഇവള് പണ്ട് തെരുവിൽ മുല്ലപ്പൂവും ചൂടി നടക്കുകയായിരുന്നു. 10-50 രൂപ കൊടുത്ത് അവളെ ഒന്ന് കാണാൻ പോയതാണ് ഈ കിഴങ്ങൻ. അത് കഴിഞ്ഞ് അവൻ അവിടെ സൗന്ദര്യത്തിൽ മയങ്ങി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. 5 പൈസ ഇല്ലാത്ത ആളാണ് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ അവൾ ഭൂലോക റാണിയായിട്ട് ഭരിക്കാൻ നടക്കുന്നു. നിൻ്റെ യഥാർത്ഥ കഥ നാട്ടുകാർക്കും അറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. ഇപ്പോൾ നിൻ്റെ മോള് കേക്ക് ഞാനങ്ങ് പറയുകയാണ്. എടീ, നിൻ്റെ 2 പെൺമക്കളും ഇയാളുടേതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇയാളുടെ യാതൊരു ഛായയില്ല. പണി തുടങ്ങിയ നീ ഒരു കാലത്ത് പണി നിർത്തത്തില്ലെന്ന് എനിക്കറിയാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കിഴങ്ങനുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. അതേടി, എനിക്ക് പണിയുണ്ടായിരുന്നു, നീ ഞാനും കൂടെ ഒന്നിച്ചല്ലേ പണിക്കിറങ്ങിയത്. അന്ന് നിന്നെ ഏതോ ലോഡ്ജിൻ്റെ പേര് പറഞ്ഞിട്ട് പിടിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോഴേക്ക് കുഞ്ഞമ്മ, ഓർമ്മയുണ്ടടി, പിടിച്ചതെനിക്ക് ഓർമ്മയുണ്ട്. നീ ആണെങ്കിൽ പുറകു വഴി ഓടി രക്ഷപ്പെട്ടില്ലേ, ആ കഥയും പാട്ടാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ സംഭാഷണങ്ങളൊക്കെ കേട്ട് ഞാൻ പേടിച്ചു പോയി. എന്ത് ചെയ്യണമെന്നും അറിയില്ല.
ചാടി ഇറങ്ങുന്ന കൂട്ടത്തിലാണ് ഞാനും. എങ്കിലും ഈ കഥകളൊക്കെ കേട്ടത് എൻ്റെ മനസ്സിൽ ഞെട്ടലായി അവശേഷിച്ചു. ഒരു കണക്കിന് രണ്ടുപേരെയും ഞാൻ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ചോദിച്ചു, അമ്മേ, യഥാർത്ഥത്തിൽ എന്താ അവിടെ നടന്നത്? അവർ എന്താ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾക്ക് മുൻപരിചയമുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയും അങ്ങനൊന്നും തോന്നിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതവൾക്ക് വട്ടാണ്, അതുകൊണ്ട് വെറുതെ വിളിച്ചു പറഞ്ഞതാണ്, നീ അതിനെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടങ്ങ് പോയി. പക്ഷേ അന്ന് മുതൽ എനിക്ക് വല്ലാത്ത സംശയമായിരുന്നു. പിന്നീട് ഒരു ദിവസം അമ്മ അവിടെ ഇല്ലാത്തപ്പോൾ എൻ്റെ പാവം അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? അച്ഛൻ അമ്മ എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്? വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. ഇല്ലെങ്കിൽ യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കും, എൻ്റെ മിടുക്ക് അച്ഛൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനാണ് പറഞ്ഞത്. അച്ഛൻ അന്ന് ചെറിയൊരു കമ്പനി ജോലി ചെയ്യുകയാണ്, തീരെ ചെറുപ്പമാണ്. അപ്പോഴാണ് ഇങ്ങനെ തെരുവിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നിൽക്കില്ലേ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആണുങ്ങളെ നോക്കും. ആ സമയത്ത് ആണുങ്ങൾ അടുത്ത് ചെല്ലും, അവർ പറഞ്ഞൊരു തുക നിശ്ചയിക്കും, എന്നിട്ട് എവിടെയെങ്കിലും പോകും. ഇതാണല്ലോ മെയിനായിട്ടുള്ള ഐറ്റം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മറ്റൊരു കൂട്ടുകാരാണ് പറഞ്ഞത്, ഇപ്പോൾ പുതിയൊരു സുന്ദരി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് അമ്മയെ കാണുന്നത്. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇങ്ങനെയുള്ളൊരു സ്ത്രീയാണ് എന്നുള്ളത് മറന്നുപോയി. അവളോട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അമ്മയപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ പണമൊക്കെ ഫിക്സ് ചെയ്ത് എന്തോ ഒരു അട്രാക്ഷൻ്റെ പേരിൽ ആദ്യമായി അച്ഛൻ കാര്യങ്ങൾ ഒന്ന് കണക്കാക്കാൻ ഇറങ്ങി. പിന്നീട് അച്ഛനെന്തോ അവരുമായുള്ള അട്രാക്ഷൻ കൂടിയിട്ട് അവസാനം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. അച്ഛൻ പുറകെ നടക്കാൻ തുടങ്ങി. അച്ഛനാണെങ്കിൽ അമ്മയെ പോറ്റാനുള്ള ഒരു സാഹചര്യവും അന്നില്ല. എങ്കിലും പ്രണയം മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓർത്തു, ശരി, ഇനി നല്ലൊരു ജീവിതം കിട്ടും എങ്കിൽ അങ്ങനെ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഈ കഥകളൊക്കെ അറിയാവുന്ന എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഒട്ടും സമ്മതിച്ചില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ ടൗണിലാണ് ഒരു ചെറിയ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷേ ജീവിച്ചൊക്കെ പോന്നെങ്കിലും 2 കുട്ടികൾ ആയപ്പോഴേക്കും ശരിക്കും സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടായി. അടുപ്പിച്ചടുപ്പിച്ച് 2 കുട്ടികൾ, പിന്നെ ചെറിയ വീട്, അച്ഛൻ്റെ ചെറിയ തൊഴിൽ, ഇതൊക്കെ ആയപ്പോഴേക്കും 2 പേർക്കും വഴക്കും വക്കാണുമായിട്ട് ജീവിതം മടുത്തു തുടങ്ങി. അപ്പോൾ അമ്മയാണ് നിർദ്ദേശം വെച്ചത്, ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പണം കൊണ്ട് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പഴയ നൃത്തച്ചുവടുകളുമായി ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് അച്ഛനതിന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് അച്ഛന് തന്നെയായിരുന്നു ജീവിതത്തിൽ കുറച്ചുകൂടി പ്രാധാന്യവും ആധിക്യവും. പക്ഷേ അച്ഛൻ്റെ സമ്മതത്തോടുകൂടി പുറത്തിറങ്ങിയ അമ്മ തിയേറ്ററിൽ റിലീസാകാത്ത പല സൂപ്പർ ഹിറ്റ് പടങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി. കാര്യങ്ങൾ അമ്മ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിലായിരുന്നു. 2 കുട്ടികളായ സ്ത്രീയാണെന്ന് അമ്മയെ ഒരിക്കലും ആരും പറയില്ല. ഒരു ചെറുപ്പക്കാരിക്ക് കിട്ടുന്ന എല്ലാ സ്വീകരണങ്ങളും കിട്ടി. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കുമിഞ്ഞുകൂടി. പല പല വലിയ വലിയ വ്യക്തികളെയും അലങ്കരിക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് കിട്ടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെറിയൊരു പദവിയിലിരിക്കുന്ന ആളെപ്പോലെ മാറുകയായിരുന്നു. ആ സൂപ്പർ ഹിറ്റ് ഓട്ടത്തിനിടയ്ക്ക് അച്ഛൻ ജോലി നിർത്തി. പണം എണ്ണുക മാത്രമായിരുന്നു. സമ്പാദിക്കുക, ബാങ്കിലിടുക, പിന്നെ വീടുകളൊക്കെ വാങ്ങിക്കുക, സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുക, ഞങ്ങളെ വളർത്തുക, ഇതെല്ലാം സൈലൻ്റായി അച്ഛൻ ചെയ്തു. ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഏകദേശം ചങ്ങലയിലിടുന്ന അടിമയെ പോലെയായി. അമ്മ റാണിയുമായി. ഇതാണ് കഥ. ഇത് കേട്ട് എനിക്ക് നല്ല വിഷമം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാണ്? അമ്മയുടെ സാഹചര്യം കൊണ്ടായിരിക്കും, അച്ഛൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ എന്താ ചെയ്യുക എന്ന് ഞാനിങ്ങനെ ഓർത്തു. പക്ഷേ അമ്മ ഇപ്പോൾ ആക്റ്റീവ് അല്ലല്ലോ. പണമൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇതെല്ലാം ഒന്ന് നിർത്തിയില്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അമ്മ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, തുടരുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ പണത്തിന് വേണ്ടിയിട്ടല്ല, അവളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു. അവസ്ഥ ഏകദേശം എനിക്ക് മനസ്സിലായി. കുഞ്ഞമ്മയുമായിട്ട് എന്തായിരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അത് കുഞ്ഞമ്മ അമ്മ എല്ലാം പല സ്ഥലത്ത് വെച്ചും ഇങ്ങനെ കണ്ടിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അവളെ കല്യാണം കഴിക്കുന്നുള്ളതൊന്നും നിൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. നിൻ്റെ കുഞ്ഞമ്മ ഒരിക്കലും തെരുവിലിറങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല. രഹസ്യമായിട്ട് ഇങ്ങനെ
പല സങ്കേതങ്ങളിലും വന്നിട്ട് പോവുക, അത്രയേ ഉള്ളൂ. വീട്ടുകാരുടെ മുന്നിൽ ശീലാവതിയായി ജീവിക്കുന്ന ഒരുത്തിയായിരുന്നു. ഇത്തിരി ലേറ്റ് ആയിരുന്നു എൻ്റെ അനിയൻ്റെയും കല്യാണം. വീട്ടിൽ പെണ്ണ് കാണാൻ പോയാണ് ആ ഒരു കല്യാണം ഉറപ്പിച്ചത്. നിന്റെ അമ്മ ഇതധികം ശ്രദ്ധിച്ചില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് അധികം അകന്നാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഇടപെടാൻ പറ്റിയിരുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവളെ കണ്ടപ്പോഴാണ് അമ്മയും അവളും കൂടെ ഒന്നിലധികം തവണ ഇറങ്ങി ഓടേണ്ട കൂട്ടയോട്ടം നടത്തിയിട്ടുള്ളവരാണെന്ന് മനസ്സിലായത്. രണ്ടുപേരും പണ്ടേ ബദ്ധശത്രുക്കളാണ്. കാര്യം, നിന്റെ അമ്മ സുന്ദരിയായിരുന്നു. അന്ന് ഫീൽഡിലുള്ളവർക്കെല്ലാം നിന്റെ അമ്മയുടെ അസൂയായിരുന്നു. ആ അസൂയുടെ ഭാഗമാണ് നിന്റെ കുഞ്ഞമ്മ ഇപ്പോഴും കാണിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് നിന്റെ അമ്മയ്ക്കും സ്വത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടായത്. എന്തായാലും അവരിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണ്. ആ സ്വത്ത് വേണ്ടാന്ന് നിന്റെ അമ്മയോട് പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇവളിങ്ങനെ ഇറങ്ങിത്തിരിക്കും. ഇന്ന് നീ വന്നതുകൊണ്ടാണ് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോഴേക്കും ഇതൊക്കെ നടക്കാറുണ്ട്. നീ വന്നതുകൊണ്ടാണ് കേട്ടത്. നിന്നെ ഞങ്ങളവിടെ കൊണ്ടുപോകാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ എന്തിനാണ് അച്ഛൻ അമ്മയുടെ ഈ സ്വഭാവങ്ങളൊക്കെ സഹിക്കുന്നത്? അച്ഛൻ ആദ്യം ചെയ്ത കാര്യം തെറ്റാണെന്ന് പറയുന്നില്ല. ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് അച്ഛൻ തന്നെ സമ്പാദിക്കാതെ അമ്മയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവദിച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ അടിമ പോലെ കഴിയാൻ നാണമില്ലെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. ഭാര്യയും ഭർത്താവുമാകുമ്പോൾ അങ്ങനെയാണ്. നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. നല്ല സൗകര്യം നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ നീ നന്നായി ജീവിക്കുക. പിന്നെ നിന്റെ കല്യാണം അടുത്തോടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊക്കെ അമ്മ നിശ്ചയിക്കുമെന്ന്. അന്ന് അമ്മ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കല്യാണമൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞ് കേട്ടത്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടീ, നിൻ്റെ ഇളകിച്ചാട്ടവും ക്വസ്റ്റ്യൻ ചെയ്യലും അത് ഇന്ന് എനിക്ക് മനസ്സിലായി. മൂത്തവളേക്കാൾ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകി. ഇനിയിപ്പം ഞാൻ വെച്ചോണ്ടിരിക്കുന്നില്ല. നിൻ്റെ കല്യാണം ഉടനെ ഞാൻ നടത്തുവടി. അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഇത്തിരി താമസിച്ചു മതിയെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെ 3 ചെക്കന്മാർ എന്നെ കാണാൻ വന്നു. മൂന്നാമത്തെ ചെക്കൻ കൊള്ളാം. അവരുടെ സിറ്റുവേഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അമ്മ പറഞ്ഞു, ആ ചെക്കനെ കല്യാണം കഴിക്കണമെന്ന്. ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കല്യാണപ്രായമായി. കല്യാണം കഴിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അവരുടെ വീട്ടിൽ പോയി അടിപൊളിയെ താമസിക്കാം. അമ്മയുടെ ഹിസ്റ്ററിയൊന്നും ഇവിടെ ആർക്കും അറിയുകയുമില്ല. അപ്പോൾ പിന്നെ ഈ സമയത്ത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ പുര നിറഞ്ഞു നിന്നു പോകും. ഞാൻ ചേച്ചിയെ വിളിച്ച് രഹസ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, എനിക്കിത് പണ്ടേ സംശയമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കൂത്താട്ടം ഞാനൊരു ദിവസം കണ്ടടി. ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് അമ്മ എന്നോട് ഇത്രയും ദേഷ്യത്തോടുകൂടി പെരുമാറുന്നത്. നിനക്കതിന് ഗുഡൻസ് മനസ്സിലായില്ലേ കുഞ്ഞെ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് എല്ലാം കൂടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മ പറയുന്ന ചെക്കനെ കല്യാണം കഴിച്ച് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് സെറ്റിലാകുന്നതാണ് നല്ലത് എന്ന് വെച്ച് എൻ്റെ കല്യാണം അങ്ങ് നടന്നു. ഏതാനും മാസങ്ങളായതേ ഉള്ളൂ. വർഷങ്ങളൊന്നും ആയില്ല. 1 വർഷം പോലും ആയില്ല. ഹസ്ബൻഡ് നാട്ടിൽ ഒരു ചെറിയ IT ഫേമുണ്ട്. അവിടേക്ക് ഞാനും ജോയിൻ ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് വേറെ ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് വ്യാപൃതനായിരിക്കും, കുറച്ച് ബിസിയാണ്. പക്ഷേ എന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവില്ല. എനിക്കും എൻ്റെ സ്വപ്നത്തിലെ പുരുഷനെ തന്നെയാണ് അമ്മ കണ്ടുപിടിച്ച് തന്നത്. പക്ഷേ അതിലെല്ലാം ഒരു പ്രശ്നമുണ്ട്. എനിക്കാണെങ്കിലില്ലേ, ഇത്രയും ഇളക്കക്കാരിയായിരുന്നെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ആദ്യ ദിവസം തന്നെ ഒത്തിരി പേടി. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് ഒന്നും വേണ്ടാന്ന്. അദ്ദേഹം അത് സമ്മതിച്ചു. രണ്ടാമത്തെ ദിവസം ഇത്തിരി പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. അദ്ദേഹം എന്നോട് കൈകൾ കൊണ്ട് തൽസ്ഥാന സംഭവങ്ങൾ ഒന്ന് അസസ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ കണ്ട് ഞെട്ടിപ്പോയി. പറ്റില്ല. ഒന്നാമത് എനിക്ക് പേടിയാണ്. പക്ഷേ ഉൾക്കൊള്ളൽ ഒട്ടും നടക്കില്ല. സാധാരണ പെണ്ണുങ്ങൾ സ്വപ്നം കാണും, വലിയ വലിയ സ്വപ്നങ്ങൾ. പക്ഷേ സ്വപ്നത്തിനേക്കാളും വലിയ സ്വപ്നങ്ങൾ നമുക്ക് വീണ് കിട്ടിയാലോ ആ സ്വപ്നം നമുക്ക് താങ്ങാനാകുമോ മാഡം? അതേപോലൊരവസ്ഥയായിരുന്നു. ആക്ച്വലി ഈ മനുഷ്യൻ ഇങ്ങനെയാണോ? സാധാരണ പെണ്ണുങ്ങളൊക്കെ കൊതിക്കുന്നത് തന്നെയാണ്. എങ്കിലും എനിക്ക് പറ്റില്ല.
പേടിയായി തുടങ്ങി. പക്ഷേ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അനുസരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കുറച്ചൊക്കെ തള്ളി നീക്കി. അവസാനം ഭർത്താവ് എന്നോട് പിണക്കമായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ വഴക്കമുണ്ടായി. എന്നിട്ടും എനിക്ക് പേടി തന്നെയായിരുന്നു. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ വാതിലുകൾ മലർക്ക തുറക്കാൻ ശ്രമിച്ചു. കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ കിളിയോ കാറ്റോ വരും, അതല്ലാതെ ആര് കടന്നു വരാൻ പറ്റുമോ മാഡം? ഒരിക്കലും കിളിവാതിൽ തുറക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി. കടന്നു വന്നപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും സംഭവിച്ചു. ഞാൻ ശരിക്കും തലച്ചുപോയി. പക്ഷെ എന്ത് ചെയ്യാനാണ്? എനിക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും 3-4 ദിവസത്തേക്ക് ഹസ്ബൻഡിനോട് നല്ല ദേഷ്യമായിരുന്നു. എങ്കിലും എല്ലാത്തിനും ഞാൻ സമ്മതം പിന്നെയും മൂളിക്കൊണ്ടിരുന്നു. പക്ഷേ ആ മൂളൽ എനിക്ക് പിന്നെയും അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും, ഉൾക്കൊള്ളൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനതെൻ്റെ ചേച്ചിയുമായി ഡിസ്കസ് ചെയ്തു. ചേച്ചി പറഞ്ഞു, ആ ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല മോളെ. ഈ ക്രീമൊക്കെ കിട്ടുമായിരിക്കും, അതൊക്കെ നീ അവനോട് ഡിസ്കസ് ചെയ്ത് ഒന്ന് വാങ്ങ്. അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ദൂരെയല്ലേ, അല്ലെങ്കിൽ ഞാൻ നെറ്റ് നോക്കിയിട്ട് 1-2 ക്രീംസൊക്കെ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. എങ്കിലും പിന്നെയും പ്രയാസമായിരുന്നപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും അമ്മയോടത്ത് പറയാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും അമ്മ പണ്ടത്തെ ഒരു താരമാണല്ലോ, അമ്മയോട് ചോദിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം അമ്മയെ വിളിച്ചു. അമ്മേ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താടീന്ന്? ഞാൻ അത് പറയാം, വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ചെന്ന് അമ്മയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് വലിയ പ്രയാസമാണ് മാനേജ് ചെയ്യാൻ. കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് മണ്ടിപ്പെണ്ണെ എന്ന മട്ടിൽ എൻ്റെ തോൾ തട്ടി. എടി, ഇതൊക്കെ സ്വാഭാവികമാണ്, നിൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ആദ്യമാണെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അതിനുള്ളൊരു കറക്റ്റ് ട്രിക്ക് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ട്രിക്ക് നീ 3 നേരം ചെയ്യണം. നിനക്ക് എന്തോ ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഓക്കെ, ആയിക്കോട്ടെ. വിത്ത് ക്രീം 3 വട്ടം അമ്മ പറയുന്നത് പോലെ വികസന മേഖലകളിൽ വികസനം ഉണ്ടാക്കുന്ന രീതിയിൽ വട്ടം വരയ്ക്കണം എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് ആ ട്രിക്ക് പറഞ്ഞു തന്നു. അമ്മയുടെ അതിബുദ്ധി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും ഭർത്താവിനെ പിണക്കണ്ടല്ലോ, അങ്ങനെ ഓർത്ത് ഞാനും അമ്മ പറഞ്ഞു തന്ന ട്രിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. മാഡം പറയട്ടെ, 4 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഹൈവേ വികസനം പോലെ ഒരു വികസനം എനിക്ക് ഫീൽ ചെയ്തു. പതിയെ കാര്യങ്ങൾ ഓക്കെ ആകാൻ തുടങ്ങി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാനും ഭർത്താവും അടിപൊളിയായി പോവുകയായിരുന്നു. 1 മാസം മുമ്പ് ഞാനും ഭർത്താവും കൂടെ വീട്ടിൽ വന്നിരുന്നു. തിരക്കായതുകൊണ്ട് മാസത്തിൽ 2-3 വട്ടം മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വന്നാലും ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അവർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. മിക്കവാറും വീട്ടിൽ വരുമ്പോൾ ഞാനില്ലേ ഒന്നിനും സമ്മതിക്കില്ല. അതിന് കാരണം പുള്ളിക്ക് ഭയങ്കര ആവേശമല്ലേ. ഞാൻ പറയും, വീട്ടിൽ വരുമ്പോഴെങ്കിലും അടങ്ങിയിരിക്ക്, നമുക്കിവിടെ വന്ന് സ്വസ്ഥമായിട്ടുറങ്ങാം, അച്ഛനും അമ്മയ്ക്ക് അവിടെ ഇല്ലേ, അതുകൊണ്ട് എനിക്കെന്തോ പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. ചില ദിവസങ്ങളിലൊക്കെ അതുകൊണ്ട് എനിക്ക് റെസ്റ്റ്, അദ്ദേഹത്തിന് റെസ്റ്റും വേണമല്ലോ മനുഷ്യർക്ക്. അങ്ങനെ മാഡം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ റെസ്റ്റ് എടുക്കുകയായിരുന്ന ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസത്തിൽ ഞാൻ എന്തോ പേടിച്ച് ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഹസ്ബൻഡിനെ കാണുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഫോണ് അവിടെ തന്നെ കിടപ്പുണ്ട്. എന്തായാലും എനിക്കതിൻ്റെ പാസ്വേഡ് അറിയാം. ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഒരു മിസ് കോൾ കാണുന്നു. മിസ് കോൾ മാത്രമാണ്, അതും 1 മണിക്കൂർ മുൻപാണ്. അമ്മ അപ്പുറത്തെ മുറിയിലുണ്ട്. എന്തിനാണ് എൻ്റെ ഭർത്താവിന് മിസ് കോൾ അടിക്കേണ്ടത്? ഡൗട്ട് കൂടിയിട്ട് ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പോയി. അച്ഛൻ പല മുറികളിലും കിടന്നുറങ്ങാറുണ്ട്. പലപ്പോഴും അമ്മയുടെ റൂമിലല്ലേ കിടന്നുറങ്ങുന്നത്. അതൊക്കെ എനിക്ക് പിന്നീടാണ് കാരണം മനസ്സിലായത്. അങ്ങനെ ഞാൻ മുറിയോടെ ചെന്നപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ഇറങ്ങി വന്നു. മാഡം, എനിക്ക് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. മുടിയും കെട്ടിക്കൊണ്ട് അമ്മ പുറകിലുണ്ടായിരുന്നു. 2 പേരും എന്നെ കണ്ട് ഒന്ന് ഞെട്ടി. അമ്മ ഉടനെ പറയുകയാണ്, മോളെ, എൻ്റെ കാലിന് വല്ലാത്ത വേദന. ഞാനാണെങ്കിൽ അവനെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാലുവേദനയാണെന്ന്, ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ തിരുമ്മി തന്നപ്പോൾ നല്ല ആശ്വാസമുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ മസാജ് ചെയ്ത് തരാം, കുറവില്ലെങ്കിൽ
നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എണ്ണയിട്ട് തടവി തന്നപ്പോഴേ മോളെ നല്ല ആശ്വാസമുണ്ട് എന്ന് അമ്മ പറയുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. റൂമിൽ ചെന്നപ്പോൾ തന്നെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് മടന്ന് നോക്കി, എവിടെ എണ്ണയും പിണ്ണാക്കുമെന്ന്. അങ്ങേർ ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ഞാൻ വട്ടം വരച്ച് അതിൽ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അമ്മ കുറേ നാളെ അപ്രോച്ച് ചെയ്യുകയാണ്. ഞാൻ കഥകളൊക്കെ പറഞ്ഞു. അമ്മയ്ക്കും ആ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊതിയായി. വലിയ വികസനം എന്ന് പറഞ്ഞത് അമ്മയുടെയും സ്വപ്നം തന്നെയാണ്. പണ്ടേ അമ്മയ്ക്ക് അത്തരം നോട്ടങ്ങളുണ്ട് പോലും. എന്തായാലും എൻ്റെ പൊന്നു മാഡം, അതുകൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അസ്വസ്ഥതകൾ വീണു. ഭർത്താവിനോട് ഞാൻ കണക്കറ്റ് ശകാരം നടത്തിയിട്ട് ഇനി ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിയാതെ പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. മേലിൽ ഈ വീട്ടിൽ നിങ്ങൾ വരരുതെന്ന് പറഞ്ഞു. അതും സമ്മതിച്ചു. രാവിലെ അമ്മയോട് ഞാനത് ചോദിച്ചു. ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയുകയാണ്, അമ്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒന്ന് കറക്കിയിട്ടേ വിടൂ മോളെ. അതുകൊണ്ട് നീ കൂടുതൽ കിടന്നാളാകിയിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ ഭർത്താവിനെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഇനി ഈ വീട്ടിലേക്ക് കാല് കുത്തിരെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കാല് കുത്തിയാലും കൈ കുത്തിയില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. എനിക്ക് വേണ്ടതും അനുഭവിക്കേണ്ടതും ഒന്നിലധികം തവണ ഞാൻ കണ്ടും കേട്ടും കൊണ്ടും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവസാനം അവിടുന്ന് ഞാൻ തളർന്ന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. ഭർത്താവ് ഞാൻ അറിയാതെ അവിടേക്ക് പോകുമോ? ഇപ്പോൾ മാതാപിതാക്കളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അച്ഛൻ പറയുകയാണ്, പോട്ടെ മോളെ, അവളുടെ സ്വഭാവം അതല്ലേ എന്ന്. എങ്ങനെയാണ് മാഡം ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുക? എനിക്ക് ഉറക്കം വരുന്നില്ല. ശരിക്കും ഈ കഥയിലെ ആ ഒരു സ്ത്രീയുടെ ജീവിതം ഇത്തിരി പ്രശ്നം തന്നെയാണ്. കാര്യം ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന മട്ടിൽ അമ്മ ഇതുവരെയും ഒന്നും നിർത്തിയിട്ടില്ല. അവരത് തുടരുകയാണ്. അറ്റ്ലീസ്റ്റ് അവരുടെ ഭർത്താവൊക്കെ ഓക്കെയാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് ന്യായം പറഞ്ഞാൽ പോലും വെളിയിലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ സ്വന്തം മകളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതായിരുന്നു. പിന്നെ മകൾ പോയി ചോദിച്ചത് കുറ്റമല്ല നിങ്ങൾക്ക് തോന്നും. പക്ഷേ അല്ല, ഈ പറഞ്ഞതുപോലെ അമ്മ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. എങ്കിലും അത് സ്വന്തം അമ്മ തന്നെയല്ലേ. അപ്പോൾ ഡൗട്ട് ചോദിക്കാം, സ്ത്രീകൾക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചത് കൊണ്ട് അവർക്ക് വലിയ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആ വലിയ ഇൻഫർമേഷൻ മോഹിച്ച് മകളെയും പറ്റിച്ചിട്ട് മരുമകനെ വളച്ചെടുക്കാൻ അവർക്ക് നോടി നേരമേ വേണ്ടി വന്നുള്ളതിന് കാരണം എന്താണ്? അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസും ചാതുര്യവും ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടി നന്നായി വിഷമിക്കുന്നു. സ്വന്തം ഫാമിലി അല്ലേ, എന്ത് ചെയ്യാനാണ്? തീർച്ചയായും നിങ്ങൾ ചെയ്ത പോലെ ഭർത്താവിന് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ചില സ്ത്രീകൾ ഇതൊന്നും സഹിച്ചെന്ന് വരികയില്ല, അപ്പോൾ തന്നെ ഇട്ടിട്ട് അവനവൻ്റെ കാര്യം നോക്കിപ്പോകും. പക്ഷേ ഇതിപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറ്റില്ല. എങ്കിലും ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളും ആ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ സ്നേഹം കൊണ്ട് പറഞ്ഞ് അത്തരം കാര്യങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ഉണ്ടാകാതെ തിരുത്താൻ ശ്രമിക്കുക. ആരാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണ്ടേ? നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിനും ഉണ്ടാകണം. അപ്പോൾ അത് അയാളെ പറഞ്ഞ് ഒന്ന് നല്ല രീതിയിൽ ധരിപ്പിക്കുക, സ്നേഹത്തോട് പെരുമാറുക. പിന്നെ പറഞ്ഞതുപോലെ അമിതമായ സംശയം അങ്ങേർക്ക് ആവേശം കൂട്ടുക, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നാകും. അങ്ങനെ ആകരുത്. ഒരു നയപരമായി സ്നേഹത്തോടുകൂടി മാനേജ് ചെയ്ത് ഭർത്താവിനെ സ്നേഹിച്ച് കൂടെ നിർത്തുക. അമ്മയെ അച്ഛനെ ഉപേക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കാര്യം കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ പോയി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവിടെ ഇപ്പോൾ മരുമകൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അമ്മയോട് ഡിസ്കസ് ചെയ്തിട്ട് അമ്മ ഇത് വേറെ ഡൈവേർട്ട്, അമ്മയുടെ കാര്യം അമ്മ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറരുത് എന്നുള്ള കാര്യം പറയാം. പക്ഷേ എത്ര ശ്രദ്ധിച്ച് ജീവിച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ വേറെ ആയതുകൊണ്ട് പൂർണ്ണമായും സേഫാണ് നമ്മുടെ ജീവിതം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എങ്കിലും വിദഗ്ധമായിട്ട് നമ്മൾ അതിൻ്റെ പല കാര്യങ്ങൾ നോക്കി വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കാതെ തെറ്റുകൾ മനസ്സിലാക്കി ഭർത്താവ് നേരെയായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അങ്ങനെ ഇനിയും നിങ്ങളെ ചതിക്കുകയാണെങ്കിൽ സഹിക്കണമെന്ന് എനിക്കും അഭിപ്രായമില്ല. അമ്മയും അച്ഛനും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ആളുകളും അല്ലാത്തത് കൊണ്ട് എല്ലാവരോടും ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഗവനിക്കുന്നത് നല്ലതാണ്. തെറ്റുകൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും എത്ര തെറ്റുള്ളവരാണെങ്കിലും നമുക്ക് ആരെയും കൈവിടാൻ പറ്റില്ലല്ലോ.